തീർച്ചയായും. കാരണം ഈ ബാങ്കിലേക്ക് അയാൾ കയറി പോകുന്നത് ആ രീതി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും CCTV ദൃശ്യങ്ങളിൽ. അതായത് ഒരു പേടിയുമല്ല, ഒരു കുസലുമില്ല, അയാൾ ഉള്ളിലേക്ക് കയറി പോകുന്നു. നേരെ കയറി ചെന്ന അയാൾ ഈ രണ്ടുപേരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഒരു വാഷ്റൂമിലിട്ട് ഒരു ചെയർ ഉപയോഗിച്ച് ലോക്ക് ചെയ്തതിനു ശേഷം കൃത്യമായി ക്യാഷ് കൗണ്ടറിലേക്ക് പോകുന്നു. അത് പൊളിച്ച് അതിൽ നിന്ന് പണമെടുത്ത് പുറത്തു പോകുന്നു. അതായത് 2 മിനിറ്റിനുള്ളിൽ ഇയാൾക്ക് ഈ സ്ഥലമൊക്കെ, അതായത് ഒരുപക്ഷെ ആദ്യമായി ബാങ്കിലേക്ക് കയറുകയാണെങ്കിൽ അതിന്റെ ഇന്റീരിയൽ ഒരുപക്ഷെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കില്ല ക്യാഷ് കൗണ്ടറിൽ. ഇവിടെ ക്യാഷ് കൗണ്ടർ ആയത്തെ സ്വർണ്ണപ്പണയത്തിന്റെയും വായ്പയുടെയും കൗണ്ടറുകൾ കഴിഞ്ഞ ശേഷം മൂന്നാമതായിട്ടാണ് ആ ബാങ്കിൽ ഏറ്റവും അവസാനമാണ് ക്യാഷ് കൗണ്ടറിൽ. അപ്പോൾ അയാൾ കൃത്യമായി അതിനുള്ളിലേക്ക് പോയി 2 മിനിറ്റിനുള്ളിൽ പോയി വരണമെങ്കിൽ അയാൾക്ക് അതൊക്കെ നേരത്തെ തന്നെ അറിയണമായിരിക്കും. ഒരുപക്ഷെ നേരത്തെ തന്നെ അയാൾ ആ ബാങ്കിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ടാവാം, ഇതൊക്കെ പരിശോധിച്ച് പോയിട്ടുണ്ടാവും. എന്തായാലും ഈ പ്രതി അതിനുള്ളിൽ കയറുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മോഷണമൊക്കെ നടത്തി പോകുന്നു. ഈ സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2-നും 2:30-ക്കുമാണ് ഇടയിലാണ് ഈ ജീവനക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവുക. പൊതുവെ ഒരുവിധപ്പെട്ട എല്ലാ ബാങ്കിലും അത്തരത്തിലുള്ള സമയം തന്നെയാണെങ്കിലും ഇവിടെ കൃത്യം ഈ 2-2:30-ക്കാണ് അവർ കഴിക്കാൻ പോകുന്ന. ഒരു ബ്രേക്ക് എടുത്തിരുന്ന ആ സമയത്തായിരുന്നു. അത് കൃത്യമായി മനസ്സിലാക്കി. ആ സമയത്ത് ആരും ഉണ്ടാകില്ല എന്ന് സ്വാഭാവികമായും അറിയാം. കാരണം ഈ പണമിടപാട് സ്ഥാപനത്തിലേക്ക് ഈ സമയത്തൊന്നും, ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പൊതുവിൽ ആരും പോകാറില്ല. അപ്പോൾ ആളുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരാളോ രണ്ടാളോ ഉണ്ടാവുള്ളൂ. കാരണം ഒറ്റയ്ക്ക് വന്നു കയറുമ്പോൾ ആളും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു. ഒരുപക്ഷെ തൊട്ടപ്പുറത്തെ എവിടെയെങ്കിലും മാറി നിന്ന് പെട്ടെന്ന് ആ സമയത്ത് അങ്ങ് കയറി പോയതോ അങ്ങനെ എന്തുമാവാം. എന്തായാലും പ്രതി കൃത്യമായി തന്നെ അത് മനസ്സിലാക്കിയിരിക്കുന്നു. ആ സമയത്ത് ആരും ബാങ്കിൽ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതിനുള്ളിലേക്ക് കയറി വളരെ ഞൊടിയിടയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് പ്രതി അതിൽ നിന്ന് മടങ്ങിയ നമുക്ക് ആ ക്യാഷ് ക്യാബിനുള്ളിൽ പ്രതി ആകെ നിന്നത് 4 സെക്കൻഡ് മാത്രമാണെന്നുള്ള ഒരു CCTV എന്നത് കൃത്യമായി വ്യക്തമാണ്. 4 സെക്കൻഡോളം ദൈർഘ്യം മാത്രമാണ് ആ പ്രതി ആ ക്യാഷ് കൗണ്ടറിൽ നിന്ന് പണം എടുക്കാനുള്ള സമയത്ത് നിന്നിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രതി അതിനുശേഷം പോയിരിക്കുന്ന വഴികളും ഇടവഴികളാണ് എന്നുള്ളത്. അപ്പോൾ ഇടവഴികളൊക്കെ അറിയണമെങ്കിൽ ഒരുപക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലായിട്ടുള്ള ആളായിരിക്കും. ഒരു പോലീസിന്റെ കൺഫ്യൂഷനൊക്കെ അവിടെ വരുന്നത് ഹിന്ദിയിലാണ് ഇയാൾ സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളാണെന്ന് ഒരു സംശയമുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും ആ സംശയത്തെ, അല്ലെങ്കിൽ ആ ഒരു സംശയം പൂർണ്ണമായും യാഥാർത്ഥ്യമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ ഹിന്ദിയിൽ സംസാരിക്കും. ഹിന്ദി ആർക്കും സംസാരിക്കാൻ കഴിയുന്ന ഭാഷയാണ്. സ്വാഭാവികമായും ഹിന്ദിയിൽ സംസാരിച്ച് അതിനൊരു വഴിതിരിച്ചു വിടാൻ, ഈ ബാങ്ക് മോഷണമൊക്കെ നടത്തുന്ന ഹിന്ദിക്കാരാണെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളാണ് എന്നുള്ളൊരു ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അന്വേഷണം മറ്റു രീതിയിലേക്ക് പോയാലോ എന്നൊരു ചിന്തയൊക്കെ പ്രതിക്കുണ്ടാവും. എന്തായാലും ഹിന്ദി കലർന്നും മലയാളം ഇടയ്ക്ക് സംസാരിച്ചിരുന്നെന്നും പറയുന്നുണ്ട്. അതായത് പണം എടുക്കുകയെന്നും മലയാളത്തിലാണ് സംസാരിച്ചതെന്നും ഒരു മൊഴിയും നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ. അപ്പോൾ എന്തായാലും പ്രതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വളരെ ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഇന്നൊരു പകലേറെ നിർണായകമാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അത് പ്രതി ആരാണ്, അല്ലെങ്കിൽ മുഖം പോലും ഇതിൽ വ്യക്തമല്ല. കാരണം ഹെൽമെറ്റ് ധരിച്ചിരുന്നു, മുഖം പോലും ഒട്ടും വ്യക്തമല്ല. അപ്പോൾ അത് ആരാണ് എന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പകൽ ഏറെ നിർണായകമാണ്. വാഹനം കേന്ദ്രീകരിച്ചാണ്, അതായത് എൻഡോർക്ക് എന്ന് പറയുന്ന വണ്ടിയുടെ സ്കൂട്ടർ ആണ് ആ വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. എന്തായാലും പ്രതിയെ പിടികൂടാനാവുമെന്ന പ്രതീക്ഷയുണ്ട്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 25 സംഘം ഇതിലൂടെ രാത്രി മുതൽ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അഖിൽ, എന്തായാലും പ്രതിയെ പിടികൂടാനാകുമെന്നുള്ള പ്രതീക്ഷ പോലീസിനുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിച്ചു വരികയാണ്. ഇന്നത്തെ പകൽ നിർണായകമാണ്. ഇന്നലെ രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തിയെങ്കിലും അത് വിഫലമായിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസിന് ഒരു പക്ഷേ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയുണ്ട്. എന്തായാലും ഈ ഒരു ദിവസം, ഈ ഒരു പകൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഒരു പ്രതിയെ പിടികൂടിയെന്നൊരു വാർത്ത ലഭ്യമാക്കാൻ പോലീസിന് കഴിയുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം.